ഹേ ഗൈസ്, ദ ബോയ് ആൻഡ് ദ ഹെറൻ. ഈ ഒരു സിനിമയ്ക്ക് ഓസ്കാർ കിട്ടിയപ്പോൾ തൊട്ട് ഇത് കാണണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴാണ് ഈ ഒരു സിനിമയുടെ നല്ല HD പ്രിൻ്റ് റിലീസായത്. 2023 റിലീസായ സിനിമയാണ്, പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ നല്ല പ്രിൻ്റ് റിലീസാവുന്നത്. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ടാണ് എല്ലാ അനിമേറ്റഡ് സിനിമകൾക്കും ആ ഒരു ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് കിട്ടാത്തതെന്നുള്ള കറക്റ്റ് കാര്യം നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ മോഡേൺ അനിമേറ്റഡ് സിനിമകളിൽ കാണുന്ന പോലെ അനിമേഷൻ കൊണ്ട് മായാജാലം മാജിക്കൊന്നുമല്ല. അനിമേഷനൊക്കെ ഒരു ബേസിക് അനിമേഷൻ, അതായത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള പെൻസിൽ ഡ്രോയിങ് വെച്ചുള്ള അനിമേഷൻസ് ഉണ്ടല്ലോ. പെൻസിൽ ഡ്രോയിങ്സ് ആണ് ഇതിനകത്ത് ഓരോ പിക്ചേഴ്സും ഓരോ ഫ്രെയിമുകളും പെൻസിൽ ഡ്രോയിങ് ആണ്. അത് കൈവച്ച് വരച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്റ്റിൽ ഈ ഒരു സിനിമ ഒരു പക്ക മാജിക്കൽ സിനിമയാണ്. ഒരു പക്ക ഫാൻറ്റസി സിനിമ എന്താണോ അതിന് വേണ്ട എല്ലാം ഇതിനകത്തുണ്ട്. ഹയോ മിയാസാക്കിയാണ് ഈ സിനിമയുടെ ഡയറക്ടർ. നിങ്ങൾ ഈ പുള്ളിയുടെ വേറെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ദ സ്പിരിറ്റ് അവേ 2001 ഓസ്കാർ കിട്ടിയ സിനിമയാണ്. ഇതിനു മുമ്പ് ആ ഒരു 1996 നമ്മളുടെ പ്രിൻസസ് മൊണോണോക്കെ 1997 പ്രിൻസസ് മൊണോണോക്കെ എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നത്. ആ ഒരു സിനിമ നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമയാണ്. അതായത് അനിമേഷൻ സിനിമകളിലെ ദ ബെസ്റ്റ് സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആ പ്രിൻസസ് മൊണോണോക്കെ എന്ന് പറയുന്ന സിനിമയുണ്ട്. അതും ഒരു ഫാൻറ്റസി സിനിമയാണ്. അപ്പം ഇതൊക്കെയാണ് പുള്ളിയുടെ വർക്കുകൾ. ഇപ്പോൾ നമ്മൾ ആ ഒരു സിനിമകൾ എടുത്ത് നോക്കിയാൽ സെയിം ആ ഒരു അനിമേഷനാണ് ഇപ്പോഴും പുള്ളി യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ടെക്നോളജിയൊക്കെ ഇത്രയും ഡെവലപ്ഡായി ഇപ്പോൾ വേണമെങ്കിൽ ഭയങ്കര ലൈവ് ആക്ഷൻ പോലെ ഇരിക്കുന്ന അനിമേഷൻസൊക്കെ ഉണ്ടാകാം. പക്ഷേ പുള്ളിക്ക് ആ ഒരു പക്കാ ഡ്രോയിങ്സ് ഓരോ ഫ്രെയിമുകളും വരച്ച് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ആ ഒരു കഴിവ്. അപ്പം അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ആ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ മഹിത്തോ എന്ന് പറയുന്ന ഒരു 11 വയസ്സുകാരൻ്റെ കഥയാണ് കാണിക്കുന്നത്. പസഫിക് വാർ നടക്കുന്ന സമയത്തുള്ളൊരു സ്റ്റോറി. പസഫിക് വാർ നടക്കുന്ന സമയത്ത് മഹിത്തോയ്ക്ക് അമ്മയെ നഷ്ടപ്പെടുന്നു. അച്ഛൻ അമ്മയുടെ അനിയത്തിയെ കല്യാണം കഴിക്കുന്നു. നറ്റ്സുകെ എന്നാണ് അവരുടെ പേര്. അവരുടെ സ്ഥലത്തേക്ക് ഇവർ ആ ഒരു വാർ നടക്കുന്നതുകൊണ്ട് തന്നെ ടോക്കിയോ എന്ന ആ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനായിട്ട് പോകുന്നു. അവിടെ വെച്ച് നടക്കുന്ന കുറച്ച് സംഭവങ്ങളും ഒരു ഫാൻറ്റസി വേൾഡും കാര്യങ്ങളൊക്കെയാണ് ഒരു സിനിമയിൽ കാണിക്കുന്നത്. പേര് പോലെ തന്നെ അതിനകത്തൊരു ഗ്രേ ഹെറനുണ്ട്. ഹെറൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനൊക്കെ പിടിക്കുന്ന കൊക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ജീവി, മറ്റേ പക്ഷി, ആ സാധനമുണ്ട്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ട് ഇതിനകത്തൊരു പാരലൽ വേൾഡ് അല്ലെങ്കിൽ ഒരു അനദർ യൂണിവേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളുടെ വേൾഡ് തന്നെ വേറൊരു വേൾഡ് എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ് ഈ ഒരു സിനിമയിൽ ഫാൻറ്റസി ആയിട്ട് കാണിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ആ ഒരു ടവറാണ്. ഈ ഒരു ടവറും ആ ഒരു ടവറിനെ റിലേറ്റ് ചെയ്ത് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് വെച്ച് നറ്റ്സുകെ മിസ്സാവുന്നു. നറ്റ്സുകെ തപ്പി മഹിത്തോ പോകുന്നു. അങ്ങനെ പോകുന്ന കുറച്ച് കിടിലൻ സ്റ്റോറി ട്വിസ്റ്റുകളും, അങ്ങനെ നറ്റ്സുകെ വേറൊരാളെ പരിചയപ്പെടുന്നു, ഹിമോ എന്ന് പറയുന്ന വേറൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും, അങ്ങനെ കുറച്ച് കിടിലൻ ഫ്രണ്ട്ഷിപ്പ്, പ്രണയം, ഫാമിലി, അങ്ങനെ കുറേ സാധനങ്ങളുള്ള ഒരു കിടിലൻ സ്റ്റോറിയാണ്. അപ്പം ഈ നമ്മളുടെ ആ ഒരു ടവറിനെ പറ്റി പറഞ്ഞിട്ട് അബാൻഡൻഡ് ടവറാണ്. പണ്ടെപ്പോഴോ പണിഞ്ഞ, അതായത് ഇവരുടെ ഒരു റിലേറ്റീവ് ഒരു ഗ്രാൻഡ് അങ്കിൾ പണിഞ്ഞൊരു ടവറാണ്. ആ ഒരു ടവറിനെ പറ്റിയിട്ട് റൂമറൊക്കെ ഉണ്ട്. ആ ടവർ അവിടെ വന്ന് വീണതാണെന്നും ടവർ ആരും ഉണ്ടാക്കിയതല്ല, അങ്ങനെ കുറേ റൂമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ടവറിനെ പറ്റിയിട്ടും ആ ടവറിനകത്ത് എന്താണെന്നും അങ്ങനെ കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഒരു ഗംഭീര സിനിമ 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. 2 മണിക്കൂർ എങ്ങനെ പോകുന്നു മാത്രമല്ല, സ്റ്റിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് ആ സിനിമ കണ്ടിങ്ങനെ പോയില്ലേ, അങ്ങനെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഇതിനകത്തെ അനിമേഷനാണ് എടുത്തു പറയേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനിമേഷനാണ്. ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് വരച്ച് അനിമേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് എനിക്കൊന്നു പ്രിൻസസ് മൊണോണോക്കെയിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് 3D റെൻഡറിങ് എന്തോ ചെയ്യുന്നത് പുള്ളി. അതിന് നമ്മുടെ ഹയോ മിയാസാക്കി എന്ന് പറയുന്ന ഡയറക്ടർ 3D റെൻഡർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സിനിമ ഇതൊരു ഓസ്കാർ, ഇതാണ് ഇത്രയും ഒരുപാട് നല്ല സിനിമകളുടെ കൂടെ വന്നിട്ട് ഈ ഒരു സിനിമ, അതും ഇതിൻ്റെ സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് നോക്കുകയാണെങ്കിലും അനിമേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാം ബെസ്റ്റ്. അതായത് സിനിമ നമ്മൾ ഫസ്റ്റ് സീൻ കണ്ടു തുടങ്ങി ലാസ്റ്റ് സീൻ വരെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തും, ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് പിടിച്ചിരുത്തും. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഓസ്കാർ കിട്ടിയ ഒരു സിനിമ എന്ന് പറയുമ്പം അതൊരു സാധാരണ സിനിമയല്ലല്ലോ. ഞാൻ അങ്ങനെ തന്നെയാണ് ഒരു സാധാരണ സിനിമ കാണുന്ന പോലെ അല്ല ഈ ഒരു സിനിമ ഞാൻ അപ്രോച്ച് ചെയ്തത്. കാരണം ഇത് ബെസ്റ്റ് അനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കാർ വാങ്ങിയിട്ട് നിൽക്കുന്ന സിനിമ കാണുന്നത് എങ്ങനെയാണോ അങ്ങനെ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ തന്നെ കാണാനായിട്ട് പോയിട്ട് നമുക്കൊരു വലിയ സംഭവം കിട്ടിയ ഫീലാണ് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ തോന്നിയത്. എന്തായാലും നിങ്ങൾ അനിമേറ്റഡ് സിനിമകൾ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു അനിമേറ്റഡ് സിനിമയായിരിക്കും ഈ ദ ബോയ് ആൻഡ് ദ ഹെറൻ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടപ്പോൾ കിട്ടിയ ഫീൽ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് പറയുക, അല്ലെങ്കിൽ കണ്ടിട്ട് പോയിട്ട് വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.